ആദ്യമായി വനിതാ ദിനത്തിന് ആശംസകൾ നേരുന്നു. നമ്മുടെ സാഹിതി ഇന്ന് എടുത്തുള്ള വിഷയം പെൺ സാഹിത്യത്തിൽ നിശബ്ദ രാഷ്ട്രീയം. നമ്മുടെ വേദിയിലിരിക്കുന്ന ബഹുമാനരായ വനിതാരത്നങ്ങളെ, നിങ്ങൾ ഇവിടെ 2-3 പേരോട് സംസാരിച്ചു. അതിലിപ്പോൾ സുധീര മേഡം സംസാരിച്ചു. ആദ്യം ആള് പുരുഷന്മാരെ അഭിനന്ദിച്ചിട്ടാണ് സംസാരിച്ചത്. വനിതാ ദിനത്തിൽ പുരുഷന്മാരെ അഭിനന്ദിക്കുക, അപ്പോൾ ഒരു അംഗീകാരം കൊടുത്തു പുരുഷന്മാർക്ക്. പിന്നെ അതിനുശേഷം നമ്മുടെ മേഡം സംസാരിച്ചു. ലാസ്റ്റ് സംസാരിച്ച നമ്മുടെ ദിവ്യ മേഡം സംസാരിച്ച കാര്യത്തിൽ എനിക്കെൻ്റെ പ്രതികൂലമായ ചില കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഒരു കുടുംബത്തിൽ പുരുഷൻ, സ്ത്രീ, അതിന് അച്ഛൻ, അമ്മ, കുട്ടികൾ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പഴയ കാലത്താണെങ്കിൽ 12 മക്കൾ, അവരുടെ വലിയൊരു കൂട്ടുകുടുംബം, ചെറിയൊരു വീട്, അവിടുത്തെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിമിതമായ സ്വാതന്ത്ര്യമായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ കുടുംബങ്ങളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അതുപോലെ അച്ഛനമ്മയ്ക്കൊക്കെ അവർക്ക് ഏറ്റവും സൗകര്യമായിട്ടുള്ള അവർക്ക് താമസിക്കാനും കിടന്നുറങ്ങാനുള്ള റൂമുകൾ സെപ്പറേറ്റ് ഉണ്ട്. പറഞ്ഞല്ലോ, പെൺകുട്ടികൾക്ക് സെപ്പറേറ്റ് റൂം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് കിട്ടില്ല എന്നുള്ളത്. അത് ഈ സാഹചര്യത്തിൽ പറയുന്നത് ശരിയല്ല. ഒരു പക്ഷേ പഴയ കാലത്ത് പറഞ്ഞത് ശരിയായിരിക്കും. പിന്നെ പറഞ്ഞു, പുരുഷനും സ്ത്രീകൾ അവരുടെ സ്വാതന്ത്ര്യത്തിന്, അവരുടെ അവകാശങ്ങളെ, അവരുടെ ഇപ്പം എഴുത്തിൻ്റെ കാര്യം തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വതന്ത്രമായിട്ടുള്ള എഴുത്തിന് വേണ്ടി അവരുടെ താല്പര്യങ്ങളെ, അല്ലെങ്കിൽ അവർക്ക് വീട്ടിൻ്റെ ഉള്ളിൽ അവർക്ക് അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടാത്തതുകൊണ്ട് അവർക്ക് പുറത്ത് പോയിട്ട് അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഇന്നത്തെ കാലത്ത് ഈ നൂറ്റാണ്ടിൽ സ്ത്രീകൾ എത്തിച്ചേരാത്ത ഏതെങ്കിലും മേഖലകളുണ്ടോ? ബഹിരാകാശത്ത് പോയിട്ടുള്ള സുനിത വിൽസനെ തന്നെ നമുക്കൊരു ഐക്കണായിട്ട് എടുക്കാം. കാരണം അവർ ബഹിരാകാശത്ത് പോയിട്ട് അവിടെ ബഹിരാകാശ നിലയത്തിൽ തന്നെ എത്ര നാൾ അവർ താമസിച്ചു. അവരെ എല്ലാ മേഖലയിലും സ്ത്രീകൾക്ക് എല്ലാ സ്വാതന്ത്ര്യങ്ങളും പുരുഷന്മാർ കൊടുക്കുന്നുണ്ട്. ചില സ്ഥലത്ത് ഇല്ല എന്ന് പറയുന്നില്ല, ചില സ്ഥലത്തുണ്ട്. അടിമത്തുണ്ട്, അസ്വാതന്ത്ര്യങ്ങളുണ്ട്, വിവേചനങ്ങളുണ്ട്, പീഡനങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് തുലം നോക്കുമ്പോൾ മറ്റ് പഴയ കാലത്ത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അതില്ല എന്ന് പറഞ്ഞത്. കാരണം നമ്മൾക്ക് ആലോചിക്കാമല്ലോ, ബാംഗ്ലൂരൊക്കെ നമ്മുടെ IT കുട്ടികൾ, പെൺകുട്ടികളൊക്കെ, ഞാൻ 2 പ്രാവശ്യം ബാംഗ്ലൂരിൽ പോയപ്പോൾ ഞാനൊരു 10-11 മണി സമയത്ത് ഞാൻ അവിടെ ഹൈപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ പെൺകുട്ടികളും പെൺകുട്ടികളും സ്വതന്ത്രമായിട്ട് നടക്കുന്നത്. പക്ഷേ നടക്കുമ്പോൾ വേറെ വിഷയമുണ്ട്, ചില സേഫ്റ്റി പ്രശ്നങ്ങളുണ്ട്. അതെല്ലായിടത്തും ഉണ്ട്, ലോകത്തിൻ്റെ എല്ലാ മേഖലയുണ്ട്. മുതലാളിത്ത രാജ്യങ്ങളായ അമേരിക്കയിൽ പോലുള്ള പല രാജ്യങ്ങളിലും സ്വാതന്ത്ര്യം ഇല്ലാത്ത പെൺകുട്ടികൾക്ക് ചിലപ്പോൾ നടക്കാൻ പറ്റാത്ത സ്വാതന്ത്ര്യമുള്ള സ്ഥലങ്ങളുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ അത് തുലം കുറവാണ്. പഴയ കാലത്ത് വെച്ച് ഈ പ്രാവശ്യത്ത് പറയരുത്. കാരണം എല്ലാ സ്ത്രീകൾക്കും പരമാവധി സ്വാതന്ത്ര്യം പുരുഷന്മാർ കൊടുക്കുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ കേസ് പറഞ്ഞു, ഒരു കുട്ടീനെ എടുത്തിട്ട് ഒരു നേഴ്സ് വന്നിട്ട് അവിടെ വന്ന് പറഞ്ഞു, ചില കേസിൽ കുട്ടികളുടെ അടുത്ത് വരുന്നത് അവർ ആ സമരത്തിൽ അവർക്ക് കൂടുതലൊരു വല്ലാത്തൊരു എന്താ പറയുക, മറ്റുള്ളവരുടെ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടി കുട്ടികളുടെ അടുത്ത് വരുന്ന പല സ്ത്രീകളുണ്ട്. അത് ഇല്ലാന്ന് പറയുന്നത്. അല്ലാണ്ട് കുട്ടികളെ അവരെ ഭർത്താവ് നോക്കാണ്ടല്ല കുട്ടീനെ അവർ എടുത്തു കൊണ്ടുന്നത്. കാരണം ഈ ചില സ്ഥലത്ത് ചില എന്താ പറയുക, ശ്രദ്ധിക്കാൻ വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അതുണ്ട് ഇല്ലയെന്ന് പറഞ്ഞാൽ ശരിയില്ല. പക്ഷെ അത് മാത്രമാണ്. പക്ഷെ അവർക്ക് ആളിൻ്റെ വീട്ടിൽ ആളില്ലാണ്ട് കൊണ്ടുവരും. നമ്മുടെ ജില്ലാ കളക്ടറായിട്ടുള്ള നമ്മുടെ തിരുവനന്തപുരത്ത് ജില്ലാ കളക്ടർ കുട്ടീനെ കൊണ്ടുവന്നിട്ട് പല പരിപാടികൾ കൊണ്ടുവരാറുണ്ടോ? അതിപ്പോൾ നോക്കണ്ടല്ലോ. അത് ചില സമയങ്ങൾ അവർ കൊണ്ടുവരും. അത് വിചാരിച്ചിട്ട് അവർ ആ കുട്ടികളെ നോക്കാൻ വേണ്ടി ഭർത്താക്കന്മാർ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ഉള്ള വ്യംഗ്യാർത്ഥത്തിൽ സംസാരിക്കുന്നത് ശരിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പൊതുവെ പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ഒട്ടുമുക്കാലും ഭർത്താക്കന്മാർ നല്ല സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ അമിതമായ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് അമിതമായി പോകുന്ന പല സ്ത്രീകളുണ്ട്. അതില്ലാന്നും നിഷേധിക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ അമിതമായ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് ആ സ്വാതന്ത്ര്യത്തിനെ ദുരുപയോഗപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്. അതില്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് പരമാവധി സാമ്പത്തിക സ്വാതന്ത്ര്യവും. ഇപ്പം ഓരോ സ്ത്രീക്ക് ജോലി ഉണ്ടെങ്കിൽ അവർ ശമ്പളം ഭർത്താക്കന്മാരുടെ കയ്യിൽ കൊടുക്കാണ്ട് പറയും, നീ കയ്യിൽ വെച്ചോളാൻ പറയും. അവർ കയ്യിൽ വെച്ച് അവർ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതും കൂടി ഉണ്ട്, അത് മനസ്സിലാക്കണം. അടച്ചാക്ഷേപിക്കരുത്. കാരണം പുരുഷന്മാർ പരമാവധി സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ ചില കുടുംബങ്ങളിൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല, അത് സത്യമാണ്. കാരണം ചില കുടുംബങ്ങൾ ഇപ്പോഴും പറയാം, പുരുഷന്മാര് സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്ന് പറയരുത്. പുരുഷനും സ്ത്രീയും ഒക്കെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. അല്ല മേഡം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത്. കാരണം സ്ത്രീകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം, അവർ സ്വാതന്ത്ര്യത്തേക്ക് പോകണം എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. കാരണം അത് പഴയ കാലത്ത് ശരിയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ നൂറ്റാണ്ടിൽ അതില്ല. ഒരുപാട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തും.
എല്ലാവർക്കും നമസ്കാരം. ഞാൻ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എനിക്ക് ഈ വനിതാ ദിനം എന്ന് പറയുന്ന ആചരണം തന്നെ ഇഷ്ടമില്ല. 365 ദിവസം ഉണ്ടെങ്കിൽ 365 ദിവസവും നമ്മളുടെ എല്ലാവരുടെയും ദിനമാണ്. നമ്മൾ സ്ത്രീകള് അല്ലെങ്കിൽ ആരാണ് ഇത് നടപ്പിലാക്കിയതെങ്കിൽ അവരുടെ വിഡ്ഢിത്തന്നെ ഞാൻ പറയുള്ളൂ. ഈ ഒരു ദിവസം എന്തിനാണ് വനിതകൾക്കായിട്ട് സംവരണം ചെയ്യണത്? എന്താ അതിൻ്റെ ആവശ്യം? അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ ബുദ്ധിയുള്ള വനിതകള് ആ ദിവസത്തിനെ പുരുഷന്മാരെ കുറ്റം പറയാനുള്ള ഒരു വേദിയായിട്ട് അല്ലെങ്കിൽ ഞാനാണ് സുപ്രീം എന്ന് പറയാനായിട്ട് ഉപയോഗിക്കുകയല്ല വേണ്ടത്. ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. വ്യത്യസ്തമായ അഭിപ്രായം പലർക്കും ഉണ്ടാവാം. പക്ഷെ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാലോ. അപ്പോ നമ്മൾ വനിതകള് പല ബുദ്ധിമുട്ടുകളും സഹിച്ച് അതിൽ നിന്ന് ഒരു വലിയ നിലയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള അവരെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. അവരെങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാം. അവരുടെ മാർഗം നമുക്ക് പിന്തുടരാം. ആ രീതിയിൽ പോകണം എന്നാണ് എനിക്ക് അഭിപ്രായം. നമ്മൾ ശിവനും ശക്തിയും എന്നാണ് പറയുന്നത്. ശിവൻ മാത്രം കാര്യമില്ല, ശക്തി മാത്രവും കാര്യമില്ല. ശിവശക്തി സങ്കല്പമാണ് നമുക്ക് ഹിന്ദു മിത്തോളജിയിലുള്ളത്, അല്ലേ? അപ്പൊ നമ്മൾ സ്ത്രീയാണ്, നമ്മളെ മാത്രമേ കാണാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മളാണ് വലുത്, പുരുഷന്മാര് പോയി പണി നോക്കുക എന്ന് പറയുന്നതിലും അർത്ഥമില്ല. ഈ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുരുഷനും സ്ത്രീയും പരസ്പരം അംഗീകരിച്ചുകൊണ്ട് പരസ്പര ധാരണയോടുകൂടി ജീവിച്ചാൽ മാത്രമേ അത് കുടുംബമാവുള്ളൂ. ഇല്ലയെന്ന് വെച്ചാൽ നമുക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ടാവാം. പക്ഷെ ഇവര് തമ്മിൽ കാണുന്നത് ഈ അമ്മയും അച്ഛനും തമ്മിൽ അടിപിടി കൂടണതും കടിപിടി കൂടണതുമാണ്, അല്ലെ? അങ്ങനെയാവുമ്പോ ആ വീടിന് എന്താ അർത്ഥമുള്ളത്? പിന്നെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോ ഇതുവരെയും ഫോളോ ചെയ്തിട്ടുള്ളത്, എല്ലാവരും ലവ് മാരേജ് ആയിക്കോളണമെന്നില്ല, വിവാഹത്തിന് മുമ്പ് പരസ്പരം അറിഞ്ഞോളണമെന്നില്ല. നമ്മളുടെ പാരൻസ് നമ്മൾക്ക് വിവാഹം നിശ്ചയിക്കുന്നു. നമ്മൾ വിവാഹത്തിന്റെ സമയത്തായിരിക്കും ഒരുപക്ഷെ ഇയാളായിട്ട് കാണുക, അല്ലെങ്കിൽ അതിന് ശേഷമായിരിക്കും ഈ വ്യക്തിയായിട്ട് സംസാരിക്കുക. രണ്ടുപേരും രണ്ട് സാഹചര്യത്തിലാവും ജനിച്ചു വളർന്നിട്ടുള്ളത്. 10-30 വയസ്സ് വരെ ഒരു പുരുഷൻ അമ്മയുടെയും അച്ഛൻ്റെയും തണലിൽ ജീവിച്ചിട്ടുള്ള, വളരെ എന്താ പറയാ, പാമ്പർ ചെയ്ത് ജീവിച്ചിട്ടുള്ള പുരുഷനായിരിക്കാം. അതുപോലെ ഒരു പെൺകുട്ടിയും ചിലപ്പോ 10-23 വയസ്സ് വരെ നമ്മളൊരു സ്വാഭാവികമായിട്ട് രണ്ട് ഗൃഹാന്തരീക്ഷങ്ങളിൽ വളർന്നിട്ടുള്ളവരായിരിക്കും. അപ്പൊ അങ്ങനെ രണ്ട് അന്തരീക്ഷത്തിൽ വളർന്നുള്ളവർക്ക് രണ്ട് ക്യാരക്ടർ ഉണ്ടാവാം. രണ്ടുപേരുടെയും വീട്ടിൽ ചിലപ്പോൾ അച്ഛനും അമ്മയും തമ്മിലുള്ള റിലേഷൻ രണ്ട് തരത്തിലാവാം. ചിലപ്പോൾ വളരെ കോടിയൽ റിലേഷൻ ആയിരുന്നിരിക്കാം, ചിലപ്പോൾ എന്നും തല്ലൂടി നിൽക്കുന്നതായിരിക്കും. പിന്നെ മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കള്ളുകുടിച്ച് വരുന്ന അമ്മയും അച്ഛനും അമ്മയെ നിത്യം എടുത്തിട്ട് തല്ലുന്ന ഒരു അന്തരീക്ഷമൊക്കെ നമ്മളിവിടെ കണ്ടിരുന്നു. ഇന്നിപ്പോൾ കുറേയൊക്കെ അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു പുരുഷനെ ആക്ഷേപിച്ച് അല്ലെങ്കിൽ ഒരു പുരുഷൻ സ്ത്രീയെ ആക്ഷേപിച്ച് ജീവിക്കുകയല്ല വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് പല തെറ്റുകുറ്റങ്ങളും ഉണ്ടാവും, പുരുഷനായാലും സ്ത്രീ ആയാലും ഉണ്ടാവും. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ രണ്ട് സാഹചര്യത്തിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരൊക്കെ ആയിട്ട് വിട്ടുവീഴ്ച ചെയ്യാം. നമ്മൾ കൂടെ ജോലി ചെയ്യുന്നവരോട് വിട്ടുവീഴ്ച ചെയ്യും, നെയ്ബേഴ്സിനോട് വിട്ടുവീഴ്ച ചെയ്യും, നമ്മുടെ ഫ്രണ്ട്സിനോട് വിട്ടുവീഴ്ച ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ നമ്മുടെ ഭർത്താവ് ആവുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കല്യാണം കഴിച്ചിട്ടുള്ള ഒരു സ്ഥലത്താവുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാന്ന് പറയുന്നത് നമുക്കൊരു അപമാനം പോലെ ഫീൽ ചെയ്യും പലർക്കും. അതിന് വേറൊരു പ്രധാന കാരണം കൂടി ഉണ്ട്. പുരുഷനും സ്ത്രീയും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യും പലപ്പോഴും. ഭാര്യയും ഭർത്താവും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യുമായിരിക്കാം. പക്ഷെ അവിടെ വീട്ടുകാരുടെ ഇടപെടലുകൾ പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. ചിലപ്പോൾ ഭർത്താവിന്റെ അമ്മയ്ക്ക് ഭർത്താവ് ചെയ്യുന്ന കാര്യങ്ങള് ഭാര്യയ്ക്ക് വേണ്ടി സേവനം ചെയ്യാന്ന് തോന്നുന്ന ഒരു മനോഭാവം ഉണ്ടാവാം. എന്ന് വെച്ചാൽ രണ്ട് തലമുറയിൽ ജീവിച്ചിരുന്നവരാണ്. അപ്പോൾ ചിലപ്പോൾ അതിന്റെ കാരണത്താൽ അവിടെ അടിപിടി ഉണ്ടായേക്കാം, ചിലപ്പോൾ മറിച്ചും ഉണ്ടാവാം. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുട്ടികൾ കുറേയും കൂടെ അഡ്വാൻസ്ഡ് ആണ്. അവരെ നമ്മൾ വളർത്തുന്നത് ആ രീതിയിലാണ്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മളുടെ വീട്ടിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അച്ഛനും അമ്മയും മക്കളും ഒക്കെ കൂടിയാണ് ഒരു വീട്ടിലത്തെ ജോലികൾ ചെയ്യണമെങ്കിൽ ഇത് കണ്ടിട്ടാണ് നമ്മുടെ കുട്ടികൾ വളരുക. ആ കുട്ടികൾ വിവാഹം കഴിഞ്ഞ് വേറൊരു വീട്ടിലേക്ക് പോയാലും അല്ലെങ്കിൽ അവർ തനിയെ ജോലി സ്ഥലത്ത് താമസിക്കുകയാണെങ്കിലും അവർക്ക് ഞാൻ ഇത് ചെയ്യും, നീ ഇത് ചെയ്യും എന്ന് പറഞ്ഞൊരു തർക്കം ഉണ്ടാവില്ല. അവർ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പൊ ഭർത്താവ് ചിലപ്പോൾ തേങ്ങ ചെറുവി കൊടുത്തു എന്ന് വരും, അരച്ചു എന്ന് വരും, അടിച്ചു വരുമ്പോൾ ഒരാൾ തുടച്ചു എന്ന് വരും. പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് പുരുഷ മേധാവിത്വമെന്നോ സ്ത്രീ മേധാവിത്വമെന്നോ പറയേണ്ട കാര്യമില്ല. ഇനി അങ്ങനെ പറഞ്ഞു നടക്കേണ്ടത് നമുക്ക് നാണക്കേടാണ്.
ഇന്നത്തെ യുഗത്തില് നമ്മൾ ഈ വനിതാ ദിനം എന്ന് പറഞ്ഞ് ആചരിച്ച് ഈ ഭർത്താക്കന്മാരെയോ ആണുങ്ങളെയോ തെറി പറയാനോ കുറ്റം പറയാനോ അവര് വഞ്ചകരാണെന്നോ പറയാനോ അല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ചിലർ അപൂർവം പേര് വിട്ടുവീഴ്ച ചെയ്യാത്തവരുണ്ടാവും. ആ വ്യക്തിയെ മനസ്സിലാക്കുക. എന്നെ സംബന്ധിച്ച് എൻ്റെ അനുഭവം എന്താന്ന് വെച്ചാല്, നമ്മളൊരു പുരുഷന് എന്തെങ്കിലും ചില പ്രവർത്തന മേഖല ഉണ്ടാവും, നമുക്കും ഉണ്ടാവും അതുപോലെ പ്രവർത്തന മേഖല. നമുക്ക് ഈ പുരുഷനോട് വിദ്വേഷം തോന്നുന്നത് എപ്പോഴാ? നമ്മളുടെ മേഖലയിൽ കടന്നാക്രമണം നടത്തുമ്പോഴാണ്, അല്ലെ? നമ്മളുടെ മേഖലയിൽ നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ നമ്മളുടെ വ്യക്തി സ്വാതന്ത്ര്യമോ ഹനിക്കുമ്പോഴാണ്. അതുപോലെ പുരുഷനും ഉണ്ടാവും അവൻ്റെതായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യം. അപ്പൊ ഈ പരസ്പരം ആ വ്യക്തി സ്വാതന്ത്ര്യത്തിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാല് വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടെ, നമ്മൾ കല്യാണം കഴിക്കുന്നത് ഈ ഒന്നിച്ച് ജീവിക്കാനാണല്ലോ. ഇന്നിപ്പോ കല്യാണം കഴിഞ്ഞു നാളെ ഡിവോഴ്സ് ചെയ്യാന്ന് പറയാനല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏതൊരു സിറ്റുവേഷൻ ആയാലും ഭൂമിയിൽ നമുക്കൊരു വിട്ടുവീഴ്ച മനോഭാവം വേണം. ആ വിട്ടുവീഴ്ച മനോഭാവം പരമാവധി, പിന്നെ നമുക്ക് സ്ത്രീകൾക്ക് പുരുഷന്മാരെ ഇരുത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയാണ്, ഏറ്റവും സഹനശക്തി, ഏറ്റവും ക്ഷമിക്കാനുള്ള ശക്തി ഇതൊക്കെ സ്ത്രീകൾക്ക് തന്നെയുള്ളത്. അതുകൊണ്ടാണ് പുരുഷന്മാര് വിചാരിക്കുന്നത്, അതായത് അവൾക്ക് എന്തുകൊണ്ട് എന്നോട് ക്ഷമിച്ചുകൂടാന്ന്, അല്ലെ? നമുക്ക് അതിൽ അഭിമാനിക്കുക വേണ്ടത്. ഒരു സ്ത്രീനെ സംബന്ധിച്ച് സ്ത്രീക്ക് ക്ഷമിക്കാൻ കഴിയുന്ന അത്ര ആ ക്ഷമാശീലം പുരുഷന്മാർക്ക് പല സന്ദർഭങ്ങളിലും ഉണ്ടായി എന്ന് വരില്ല. പിന്നെ ഇവിടെ കുട്ടിയെ താങ്ങിയിട്ട് നടക്കുക അല്ലെങ്കിൽ കുട്ടിയെ നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഞാൻ അതിനെ ഒരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതായത് കുട്ടിയെ വളർത്തുക എന്ന് പറയുന്നതില് നമ്മളെ അത് ഏൽപ്പിക്കുന്നത് നമ്മളിൽ കുട്ടികൾ സുരക്ഷിതരാണ് എന്ന് കണക്കാക്കുന്നത് കൊണ്ടാണ്. പക്ഷെ അവര് സഹകരിക്കാതെ ഇരുന്നാൽ നമുക്ക് പറയാം, എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണം, അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം, എൻ്റെ സ്വാതന്ത്ര്യത്തിനെ ബാധിക്കരുത്, ഞാൻ അതിന് പോവാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ വ്യക്തിപരമായിട്ട് നല്ല റിലേഷനിൽ സംസാരിക്കുകയാണെങ്കിൽ അയാൾ വിട്ടുവീഴ്ച ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അഥവാ വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മൾ പറയില്ലേ, ചൊല്ലിക്കൊടുക്കുക, തല്ലിക്കൊടുക്കുക, തള്ളിക്കളയാന്ന്. ആ മൂന്നാമത്തെ ഘട്ടേ നമ്മൾ എടുക്കാവൂ. അത് നമ്മൾ അവസാന നിമിഷം ചെയ്യാവൂ. ഈ തല്ലുകൂടലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കുട്ടികൾ 12, 13 വയസ്സായതിനു ശേഷമാവും ഉണ്ടാവുക. ആ തല്ലുകൂടലിന് എന്തുണ്ടാവുന്നത്? കുട്ടികളാണ് ഒറ്റപ്പെടുക, അല്ലെ? അവരുടെ കുറ്റം കൊണ്ടല്ല അവർ ഇതൊന്നും ചെയ്തിട്ടുള്ളത്. അച്ഛൻ വേറെ അമ്മ വേറെ, അച്ഛനെ കുറ്റം പറയുന്ന അമ്മ, അമ്മയെ കുറ്റം പറയുന്ന അച്ഛൻ, അങ്ങനെയുള്ള ഒരു സാഹചര്യം അടുത്ത തലമുറയും കൂടി നാശാക്കുക ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വനിതാ ദിനം എന്ന് പറയുമ്പോൾ എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു ദിനത്തിൽ ഒരുക്കണ്ട എന്നുള്ള ശക്തമായ അഭിപ്രായം തന്നെയാണ് ഉള്ളത്. വനിതാ ദിനം ഈ ഒരു ദിവസത്തിൽ ഒതുക്കാതെ നമ്മളുടെ എല്ലാവരുടെയും ദിനമായിട്ട് അത് കണക്കാക്കണം. പിന്നെ ഇവിടെ വേറെ ഒരു പോയിന്റ് പറഞ്ഞു, അതിൽ ഞാൻ വളരെ യോജിക്കുന്നു. അതായത് സ്ത്രീകളുടെ ശത്രു സ്ത്രീകൾ തന്നെയാണ്. ഒരു സ്ത്രീ നന്നായി പോകുന്നുണ്ടോ ഏറ്റവും കൂടുതൽ കുറ്റവും കുറവും പറയുക വേറൊരു സ്ത്രീ ആയിരിക്കും. അവൾ അങ്ങനെ ശരിയാവില്ലല്ലോ, അവൾ ഇങ്ങനെ പോയില്ലേ എന്ന് പറഞ്ഞ് ഈ പരദൂഷണത്തിലെ മുൻപന്തിയിൽ നിൽക്കുക ഈ പറഞ്ഞ സ്ത്രീ തന്നെയായിരിക്കും. ഒരിക്കലും ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീനെ അംഗീകരിക്കാൻ തയ്യാറല്ല. പ്രത്യേകിച്ച് പുരുഷന്മാരാണെങ്കിൽ പിന്നെയും സ്ത്രീകളെ അംഗീകരിച്ചു എന്ന് വരും. സ്ത്രീകൾ പുരുഷന്മാരെ അംഗീകരിക്കും, പക്ഷെ ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയെ അംഗീകരിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടാണ്. ഈ കൊനിഷ്ഠ അസൂയ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ജന്മലാൽ അങ്ങനെയാണ്, നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ അങ്ങനെയാണ്. പുരാണ കഥാപാത്രങ്ങളൊക്കെ നമ്മൾ കാണുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരെയും അതിന് കഴിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിൽ നമ്മളൊരു ശത്രുതാ മനോഭാവത്തോടു കൂടി പുരുഷവർഗത്തിനെ കാണണ്ട, വനിതാ ദിനം പറഞ്ഞ് ആചരിക്കേണ്ട. നമ്മൾ നിൽക്കുന്ന പൊസിഷൻ ഏതാണെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാട്ടോ. ഞാനിപ്പോ ഈ അടുത്തിടെ തൃശ്ശൂർ സ്വരൂപം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തില് ഞാനൊരു ഇവിടുത്തെ കൊച്ചി രാജാവിന്റെ പണ്ടത്തെ ഒരു നേത്യാരമ്മ, പാറക്കുട്ടി നേത്യാരമ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ട്. അപ്പൊ അതിൽ ഈ കൊച്ചി രാജാക്കന്മാരുടെ ബാക്കി നേത്യാരമ്മമാരൊന്നും പ്രസക്തരല്ല. അപ്പോ ഈ വ്യക്തിയെ മാത്രം പുറത്തെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. ആ വ്യക്തിയെ കുറിച്ച് അലക്സാണ്ടർ ജേക്കബ് സാറിന്റെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു, അത് കേട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഈ പുസ്തകം എഴുതുമ്പോൾ അതിനെക്കുറിച്ച് കുറെ പഠനം നടത്തി. അപ്പൊ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ 14 വയസ്സിൽ വിവാഹം കഴിഞ്ഞ് ഒരു രാജാവ് 10-30 വയസ്സ് വ്യത്യാസമുള്ള ഒരു രാജാവിന്റെ പത്നിയായിട്ടാണ് ഇവര് ചെന്നത്. അപ്പൊ ഇവര് സ്വയം പഠനം നടത്തുകയും അതുപോലെ തന്നെ വിദേശ ഭാഷ പഠിക്കുകയും ഇതൊക്കെ ചെയ്തിട്ട് ഒരു നേത്യാരമ്യക്ക് ചെയ്യാവുന്നതിനപ്പുറം പ്രവർത്തന മേഖലയിലേക്ക് ഇവർ എത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവർ വളരെ ഡെവലപ്മെന്റ് ചെയ്തു. പിന്നെ ഭർത്താവ്, അതായത് ഈ രാജാവിന് ബോധമില്ലാത്തൊരു അവസ്ഥയായപ്പോ ഇവരെ കൺസോർട്ടായിട്ട് വെച്ചുകൊണ്ട് അവരാണ് ഭരണം നടത്തിയത്. അവർ ഒരുപാട് ക്രിയേറ്റീവ് കാര്യങ്ങൾ ചെയ്തുകൂടെ.
പക്ഷേ ഈ കാര്യങ്ങളെല്ലാം തന്നെ രാജകുടുംബത്തിലുള്ള വേറൊരു വ്യക്തിയോട് തന്നെ ഞാൻ സംസാരിച്ചപ്പോൾ ആ വീട്ടിലത്തെ സ്ത്രീയാണ് ഈ നേത്യാരമ്മയ്ക്ക് എതിരായിട്ട് ഏറ്റവും വലിയ കൊടി പിടിക്കുന്നത്. അവര് ഒരു പൊടിക്കാണ്ട് അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഇത്ര വൈരാഗ്യം എന്ന് ചോദിച്ചു. അപ്പൊ എന്തോ സ്വത്ത് സംബന്ധിച്ച് ആ സ്വത്ത് ഇവര് എടുത്തു എന്നുള്ളതാണ് അവിടെ വിഷയം പറയുന്നത്. അപ്പൊ ഈ സ്വത്തിനേക്കാൾ വലിയൊരു സംഗതിയാണ് അവര് തൃശ്ശൂരിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതിനെ അവര് മാനിക്കുന്നില്ല, അതിനെ മാനിക്കാതെ. അപ്പൊ ഒരു സ്ത്രീ തന്നെയാണ് വേറൊരു സ്ത്രീക്ക് പാരയായിട്ട് വന്നിട്ടുള്ളത് അവിടെ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഒരു സ്ത്രീ ചെയ്യുന്ന കാര്യത്തിനെ അംഗീകരിക്കാനായിട്ട് വേറെ ഒരു നേത്യാരമണിയും പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ഇവിടുത്തെ പെരുമ്പടപ്പൂർ രാജാക്കന്മാരുടെ കൂട്ടത്തില്. ഈ വ്യക്തിയെ മാത്രമാണ് കേട്ടിട്ടുള്ളത്. പിന്നെ ഒരു കാര്യമുണ്ട്, മാങ്ങയുള്ള മാവിലേക്ക് കല്ലെറിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ സ്ത്രീനെ അങ്ങനെ ആരെങ്കിലും അടച്ചാക്ഷേപിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാം, ആ വ്യക്തി എന്തോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ അഭ്യാസം നടത്തുന്നതെന്ന്. അപ്പൊ അതുകൊണ്ട് വനിതാ ദിനത്തില് എനിക്ക് പറയാനുള്ളത്, ആ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഒന്നിച്ച് നല്ലൊരു ദിനമായിട്ട് പുരുഷന്റെ കഴിവുകളെയും സ്ത്രീകളുടെ കഴിവുകളെയും ഓരോരുത്തർക്കും സ്വയം ആർജിതമായിട്ടുള്ള കഴിവുകളൊക്കെ ഉണ്ടായിരിക്കും. അതിനെ പരസ്പരം അംഗീകരിക്കുക, നമ്മളൊരു ശിവശക്തി സങ്കല്പത്തിൽ തന്നെ മുന്നേറുക. ഒന്നും ഒറ്റയ്ക്ക് നിന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, വിരല് തന്നെ നമ്മൾ ഇങ്ങനെ ഒന്നിച്ചു പിടിച്ചാലല്ലേ കാര്യമുള്ളൂ. അപ്പൊ അതുപോലെ ആ കൂട്ടായ്മയാണ് നമുക്ക് ആവശ്യം. അപ്പൊ എന്റെ അഭിപ്രായത്തിലെ സാഹിതിന്ന് ഇവിടെ നിന്ന് തുടക്കമാവട്ടെ ഈ കൂട്ടായ്മ എന്നാണ്. വനിതാ ദിനത്തിനെ നമ്മൾ മാറ്റി നിർത്തുക, എല്ലാം നമ്മളുടെ ദിനമായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം. പ്രഭാഷണങ്ങളിൽ ചർച്ചകളുടെ ഇടയിൽ ഒരു കവിത പാടാമോ എന്ന് ചോദിച്ചു ഉണ്ണിയേട്ടൻ. ഒരു വൈശാലി എന്ന പേരിലൊരു കവിതയാണ്. നേരത്തെ ദിവ്യേച്ചി സുധേ ചേച്ചിയൊക്കെ പറഞ്ഞതിൽ സ്ത്രീകൾ ഒരു ടൂളാക്കപ്പെടുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ പ്രസംഗത്തിൽ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പം ഇവിടെ സമത്വവും മറ്റൊക്കെ പറയുന്നതോടൊപ്പം തന്നെ പല ഘട്ടങ്ങളിലും അധികാരത്തിൻ്റെതായാലും മറ്റു പല കാര്യങ്ങൾക്കായാലും സ്ത്രീകൾ ടൂളാക്കപ്പെടുന്നു എന്നുള്ളൊരു വസ്തുത കൂടി ഇവിടെയുണ്ട്. അപ്പോൾ വൈശാലി അത്തരത്തിൽ ആ സിനിമ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. ആ സിനിമയുടെ അടുത്ത് ഒന്നും കൂടെ കണ്ടപ്പോഴാണ് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഞാൻ ഈ കവിത എഴുതിയത്. അപ്പോൾ നമുക്കറിയാം, മഴയില്ലാതെ അനാവൃഷ്ടിയാൽ വലഞ്ഞ ഒരു അംഗരാജ്യം. അപ്പോൾ അവിടേക്ക് യാഗം നടത്താനായിട്ട് ഈ ഭാണ്ഡക മുനിയുടെ മകനെ കൊണ്ടുവരണം. അപ്പോൾ അതിനെ അവരെ ആകർഷിച്ച് കൊണ്ടുവരാനുള്ളൊരു സ്ത്രീ ശരീരത്തെ ഒരു ഉപകരണമാക്കിയിട്ടാണ് പറഞ്ഞയക്കുന്നത്. പിന്നെ തിരിച്ചു വന്ന് അതെല്ലാം നേടിക്കഴിഞ്ഞ് ആ ഉപകരണമാക്കപ്പെട്ട ആളുടെ അവസ്ഥ എന്ത് എന്നതിലേക്ക് ആണ് കവിത കടന്നു പോകുന്നത്. വൈശാലി. അനാവൃഷ്ടിയാലിറ്റു നീരിനായി കേണിടും അംഗരാജ്യത്തിനെ കാക്കാൻ എന്താണുപായമെന്നാരാഞ്ഞു മന്നന്റെ അന്തരംഗാന്തം തപിക്കേ. കൊടിയ വേനൽ വന്നു വരളുമീ മണ്ണിന്റെ കെടുതിക്കൊരറുതി വരുത്താൻ. കൊടിയ വേനൽ വന്നു വരളുമീ മണ്ണിന്റെ കെടുതിക്കൊരറുതി വരുത്താൻ. അകലയാ വനപർണശാലയിൽ വാണിടും മുനിപുത്രനാവുമെന്നറിവായി. ഉത്തുംഗതാപസ ജീവിതമാകയാൽ ഉഗ്രപ്രതാപിയായി നേവും മാമുനി ശ്രേഷ്ഠൻ വിഭാണ്ഡകൻ തന്നെ ആരോമനത്രയാബാലൻ. കാടിറങ്ങിടാത്ത നാടറിഞ്ഞിടാത്ത മാമുനിപുത്രനെ കാക്കാൻ. മാമലക്കോട്ടയും ഹിംസ്രജന്തുക്കളും കാവലാണെന്നുമാ കാട്ടിൽ. അരജന്റെ ആജ്ഞയ അപകടപ്പാതകൾ പലതും കടന്നു ചെല്ലാൻ. അവിടെ നിന്നാ മുനി ബാലനെ കൊണ്ടിങ്ങു വരുവാൻ നിയുക്തയായി നീയേ. കാടറിഞ്ഞിടാത്ത കാനനം കാണാത്ത കന്യകാരത്നമേ കഷ്ടം. നീ എന്തറിവതീ ലോകവിചാരത്തിൽ ഗൂഢമാം കാവട്യമെല്ലാം.
കാനനച്ചോല പോൽ തുള്ളിത്തുളുമ്പി നീ കാടകം തന്നിൽ കടന്നു. കൂവളപ്പൂമിഴി മാലയാലാമുനി ബാലനിൽ മോഹം പടർത്തി. ഘോര പരീക്ഷകളൊക്കെ കടന്നു നീ മാരശരത്താൽ മയക്കി. വൈഭാണ്ഡകനുടെ മാനസത്തോഴിയായി വൈശാലിനി ജയം നേടി. കോപിഷ്ഠരായൊര താപസശ്രേഷ്ഠന്റെ ശാവാസ്ത്രമേറ്റൊടുങ്ങാതെ കാടകം പോറ്റുമ കൽപ്പവൃക്ഷത്തെ നീ നാടിനായി നേദിച്ചു മോതാൽ. നാടും നഗരവും ഒന്നിച്ചൊരുങ്ങിയ മാഹേന്ദ്രയാഗത്തിനായി. ആ മഹായാഗത്തിനരണിയായി ജീവിതം താനേ കടഞ്ഞഗ്നിയായി നീ. ആ മഹാത്യാഗത്തിനാത്മഹർഷത്തിലെ വർഷാംബുധാരയിൽ ലോകം ആനന്ദ നർത്തനമാടിത്തിമർക്കവെ നീ പരിത്യക്തയായി പോയി. പാരിതിയിലിന്നും പിറക്കുന്നിതെത്രയോ വൈശാലിമാരന്നു നിന്നും. ജീവിതം ഹോമിച്ചു കുളിർമാരി വർഷിച്ചു താനീയലിഞ്ഞു പോകുന്നു. പാരിതിയിലിന്നും പിറക്കുന്നിതെത്രയോ വൈശാലിമാരങ്ങുമിങ്ങും. ജീവിതം ഹോമിച്ചു കുളിർമാരി വർഷിച്ചു താനേ അലിഞ്ഞു പോകുന്നു. ഇതാണ് വിഷയം. ചർച്ച കൂടി ആയതുകൊണ്ട് വളരെ എന്താ പറയുക, ആകർഷകമായ സജീവമായ ഒരു വിഷയമാണ് ഇന്ന് ചർച്ചയ്ക്ക് എടുത്തത്. ഇതിൻ്റെ ടൈറ്റിൽ പെൺസാഹിത്യത്തിൽ നിശബ്ദ രാഷ്ട്രീയം എന്നാണ് പറയുന്നത്. നമ്മുടെ പൊതുരാഷ്ട്രീയം എടുത്തു നോക്കിയാൽ അതിൽ പലപ്പോഴും നമ്മുടെ മത്സര രംഗത്തേക്കും കടന്നു വരുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ്. ഇനി അഥവാ മത്സര രംഗത്തേക്ക് കടന്നു വന്നാൽ തന്നെ വിജയിക്കുന്നവരുടെ എണ്ണം കുറവാണെന്ന് കാണാം. ജനപ്രാതിനിധ്യത്തിൽ പലപ്പോഴും ഇപ്പോൾ ഒരു സംവരണം ഉറപ്പിച്ചത് കൊണ്ട് മാത്രമാണ് പലപ്പോഴും ഈ അടുത്ത കാലത്ത് അവരുടെ സാന്നിധ്യം പ്രാതിനിധ്യത്തിൽ ഉറപ്പാക്കപ്പെടുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ എന്തായാലും എന്തൊക്കെ കാരണങ്ങളെ കൊണ്ടായാലും അത് നേടിയെടുത്തിരിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പിന്നെ ഈ പങ്കിട്ടെടുക്കൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തുല്യമായിട്ട് എൻ്റെ ഒരു അറിവുറവുകൊണ്ട് കൂടിയാണ് കേട്ടോ ഞാൻ ചോദിക്കാൻ. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനുള്ള ഒരു ജീവിതാനുഭവമായിട്ടില്ല. ഇപ്പോൾ എങ്കിലും ഞാനൊരു കാര്യം ഉറപ്പിച്ചു വരുന്നു, സ്ത്രീകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന് തന്നെയാണ്. എൻ്റെ വിവാഹം കഴിയും വരേക്കും ഞാൻ ഈ അഭിപ്രായം എൻ്റെ കൂട്ടത്തിൽ നേരമ്പോക്ക് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ എല്ലാ കാര്യവും നമുക്ക് തുല്യമായി പങ്കിടാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ ചേച്ചി പറഞ്ഞത് ഞാൻ വളരെ ശ്രദ്ധയോടെ കേട്ടു. വളരെ മനോഹരമായിട്ടാണ് ചേച്ചി വിഷയം അവതരിപ്പിച്ചത്. ഒരു പ്രത്യേകത, എൻ്റെ ടീച്ചറുടെ മകൾ കൂടിയാണ് ദിവ്യ ചേച്ചി. വടക്കാഞ്ചേരി വോയിസ് സ്കൂളിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ലളിത ടീച്ചറുടെ മകൾ കൂടിയാണ്. അപ്പോൾ ചേച്ചിയുടെ പ്രസംഗം വളരെ ശ്രദ്ധിച്ചിരിക്കുന്നു എല്ലാവരും. അപ്പോൾ ഈ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ പഴയ കാലം പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുപണി ചില കാര്യങ്ങൾ സ്ത്രീകൾക്ക് മാത്രം, പുരുഷനതൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ കുറച്ചൊക്കെ മാറി ഇന്ന് നീ അടുക്കള പണി ചെയ്യാം, നാളെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ്. പക്ഷെ അത് എല്ലാ കാര്യവും അങ്ങനെ പങ്കിടാൻ പറ്റുമോ എന്നുള്ളതാണ്. അത് കുറച്ചും കൂടെ കടന്ന് വരുമ്പോൾ ഒരു ഉണ്ണിയെ താലോലിക്കുന്നു, അതിനെ പാലൂട്ടുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാം നാളെ ചേട്ടൻ ചെയ്യും എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചില കാര്യങ്ങളെങ്കിലും അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാനും ഇതിനെക്കുറിച്ച് എൻ്റെ ഒരു ചിന്തയിൽ വന്നപ്പോൾ ഒരു കവിതയിൽ നാരികയിൽ എഴുതിയത് അച്ഛനെ കുറിച്ചുള്ളതിലാണ്. താരാട്ടിയില്ലെന്നെ പാലൂട്ടിയില്ലെന്നെ മാമൂട്ടിയില്ലെന്നെ അച്ഛൻ ആയതിന് അമ്മയ്ക്കു ത്രാണിയായി ജീവിച്ച ത്യാഗമാണ് അച്ഛൻ എന്നൊരു വരി അതിനടുത്ത് എഴുതിയത് ഈ ഒരു ചിന്തയിൽ നിന്ന് കൂടിയാണ്. അപ്പോൾ ഈ പങ്കുവെക്കൽപ്പെടൽ എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്കൊരു മാത്തമാറ്റിക്കൽ പ്രൊപ്പോർഷനിൽ 50% എന്ന നിലയ്ക്കുള്ള ഒരു പങ്കുവെക്കലുകൾ, ഒരു പങ്കിട്ടെടുക്കലുകൾ, ഒരു വീതിച്ച് നൽകലുകൾ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ സാധ്യമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ സമത്വവും സ്വാതന്ത്ര്യവും എന്നതിനെ നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ പ്രൊപ്പോർഷനിൽ സമീപിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചില അബദ്ധധാരണകൾ ഉണ്ടാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ആൺകുട്ടി ഒരു രാത്രി 8 മണിക്ക് ബൈക്ക് എടുത്തിട്ട് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞു പോകുന്നത് പോലെ ഒരു 18 വയസ്സ് 20 വയസ്സായിട്ട് പെൺകുട്ടി പോകുമ്പോൾ എന്തുകൊണ്ട് ചോദിക്കുന്നു എന്ന് തോന്നിയാൽ അതിൻ്റെ കാരണം ഒരു ചർച്ച ചെയ്യാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിലാരും കുറ്റവാളികളാണ്.
ഒരു കോഴി പറക്കുന്ന ഉയരവും ഒരു പരുന്ത് പറക്കുന്ന ഉയരവും വ്യത്യാസമുണ്ടല്ലേ? രണ്ടും ഈ പ്രപഞ്ച സൃഷ്ടിയിൽ തുല്യമായ ജീവികളാണ്. പക്ഷെ ഒന്നും പറന്നൊരു പരിധി എത്തിയാൽ പരുന്ത് പറക്കുന്ന അത്രയും ഉയരത്തിലേക്ക് എപ്പോഴെങ്കിലും കോഴി പറന്നാൽ ആരും അതിനൊന്നും ചെയ്യാതെ തന്നെ അതിൻ്റെ ജൈവികമായ അതിൻ്റെ ഘടനയിൽ അതിന് ചില പരിമിതികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പരിമിതികളെ നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടും മറ്റ് കാര്യങ്ങളെ കൊണ്ടും അതിജീവിക്കുമ്പോഴും ചില കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നു എന്ന ഒരു തോന്നലാണ് എനിക്കുണ്ടായിട്ടുള്ളത്. പിന്നെ അഞ്ജലി ചേച്ചി പറഞ്ഞൊരു കാര്യമാണ്, ഇതുപോലെ സ്ത്രീകൾക്ക് പലപ്പോഴും സ്ത്രീകളാണ് കൂടുതൽ പ്രശ്നം സൃഷ്ടിക്കുന്നത്, പുരുഷന്മാർ പലപ്പോഴും സഹായം ആയി നിൽക്കുന്നത്. അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു യാത്ര പോയപ്പോഴും രാത്രി 1 മണിക്കാണ് ബസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞ ഷൊർണൂരിൽ നിന്ന് ഇവിടെ വടക്കാഞ്ചേരി വന്ന് ഞങ്ങൾ 3 പേരാണ് ചേച്ചിയെ കൂട്ടാനായിട്ട് അവിടെ നിന്നത്. ഞാനും എൻ്റെ ഒരു സുഹൃത്തും എൻ്റെ ഒരു ബൈക്കിലും മറ്റേ ഒരു സുഹൃത്തിൻ്റെ ഒപ്പം ചേച്ചിയായിട്ട് നിങ്ങൾ കുറച്ച് മുന്നിൽ അവർ പിന്നിൽ ഞങ്ങളുമായിട്ട് പോകുന്നു. ഞങ്ങളാ യാത്ര പോയത് തിരികെ 2 മണിക്ക് എത്തിയപ്പോഴും കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ചേച്ചിയെ കൊണ്ട് വീട്ടിൽ കൊണ്ടാക്കാൻ ഞങ്ങൾ 2 പേരും അവരെ ഓട്ടോറിക്ഷയിൽ കയറ്റി പിന്നാലെ ബൈക്ക് ഓടിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടാക്കി തിരിച്ച് ബൈക്ക് ഓടിച്ചിട്ടാണ് ഞാൻ എൻ്റെ കൂട്ടുകാരൻ വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ എല്ലായിടത്തും പുരുഷൻ സ്ത്രീകൾക്ക് എതിരല്ല എന്ന ഒരു ബോധ്യം കൂടി നമ്മുടെ സ്ത്രീ സമൂഹം പൊതുവിൽ ആർജിക്കണമെന്നുള്ളതാണ്. ഞാൻ ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ചങ്ങമ്പുഴ പാർക്കിൽ നടന്നൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ഒരു കഥാകൃത്ത് എൻ്റെ കഥ വായിച്ചത്. ആ കഥ എങ്ങനെയാണ്, ചെറിയൊരു കഥയാണ്. ഒരു പരിപാടിക്ക് ക്ഷണിക്കപ്പെട്ട സ്ത്രീ ഒരു പോരാളിയായിട്ടുള്ള പ്രഭാഷക ഒന്ന് പ്രസംഗം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: പുരുഷൻ സ്ത്രീയുടെ ശത്രു തന്നെയാണെന്നും അത് അച്ഛനായാലും ഭർത്താവായാലും സഹോദരനായാലും മകനായാലും. നിറഞ്ഞ വനിതാ സദസ്സ് വലിയ കരഘോഷത്തോടെ ആ പ്രഭാഷകയെ വരവിട്ട് പ്രസംഗം അവസാനിച്ചു. ആ കഥ അവസാനിക്കുന്ന ഈ 4 വാചകത്തിലാണ്. കഥ അത്രയേ ഉള്ളൂ കഥ. അതായത് ആ വനിതാ പോരാട്ട നേതാവ് അവരുടെ പ്രസംഗത്തിൽ പറയാണ്, പുരുഷൻ എന്നും സ്ത്രീയുടെ ശത്രു തന്നെയാണ്, അത് അച്ഛനായാലും ഭർത്താവായാലും സഹോദരനായാലും മകനായാലും. അത് കഴിഞ്ഞ് പ്രസംഗിപ്പെടുത്തുന്ന ഇറങ്ങി സംഘാടകർ ഓടി വന്ന് ഒരാൾ ചോദിച്ചു, മാഡം പറഞ്ഞതിനേക്കാൾ സമയം വൈകിയല്ലോ, നേരം രാത്രിയായി, മാഡത്തെ കൊണ്ടാക്കാൻ കാറ് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആ പ്രഭാഷക പറഞ്ഞു, വേണ്ട, അച്ഛൻ ടോർച്ചുമായി ഞാൻ ബസ് ഇറങ്ങുന്നിടത്ത് കാത്തു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ നടത്തിയ പ്രസംഗവും ആ പ്രസംഗത്തിൻ്റെ മറുഭാഗവും എത്രമാത്രം വിരുദ്ധമായ ദിശകളിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം സത്യങ്ങളെ കൂടി കണ്ടുകൊണ്ട് വേണ്ടേ നമ്മുടെ ഇത്തരത്തിലുള്ളൊരു പോരാട്ടങ്ങൾ എന്നുകൂടി നിങ്ങളുടെ മുൻ ശ്രദ്ധയിലേക്ക് അത്തരം ഒരു ചിന്ത മാത്രം മുൻവെച്ച് നിർത്തുന്നു. നന്ദി. നമ്മുടെ ഡിവിഷൻ്റെ ജില്ലയെ 2 വാക്ക് പറയാനായിട്ട് ക്ഷണിക്കുന്നു. കുറച്ച് കൂടുതൽ പറഞ്ഞോട്ടെ, 2 വാക്ക് നമുക്ക്. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, സമയം ഒരുപാടായി എന്നറിയാം. നിങ്ങൾ ഒരു 3 മണി മുതൽ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പെൺ സാഹിത്യത്തിലെ നിശബ്ദ രാഷ്ട്രീയം വിഷയം ഇതാണ്. നാളെ അന്താരാഷ്ട്ര വനിതാ ദിനം. നാളെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ ഒരു പ്രമേയം ഒരു പക്ഷേ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സമത്വവും അവരുടെ അവസരങ്ങളും അത് എങ്ങനെ പ്രാവർത്തിക തലത്തിലേക്ക് വരും എന്നതിനെ കുറിച്ചൊക്കെ ആയിരിക്കും. പക്ഷെ അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇവിടെ പെൺ സാഹിത്യത്തിലെ നിശബ്ദ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ കടന്നു വരുന്ന സമയത്ത് വടക്കാഞ്ചേരിയിലെ തന്നെ ഒരു ജനപ്രതിനിധി കൂടിയായിട്ടുള്ള അദ്ദേഹം പറഞ്ഞു നിർത്തിയത് കേൾക്കുമ്പോൾ, അതായത് സ്ത്രീകൾക്ക് ശത്രുക്കളായി നിൽക്കുന്നത് പുരുഷന്മാർ തന്നെയാണ് എന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ സ്ത്രീക്ക് സ്ത്രീയും ശത്രുവാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിലെ ഒരു സാഹചര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ പല രീതിയിൽ ഇതിനെ വിമർശനങ്ങളിലേക്ക് പോകാം, പല രീതിയിലേക്ക് അതിനെ എന്താ പറയുക ചേർത്ത് വയ്ക്കാനും ഒരു പക്ഷെ സാധിക്കുമെന്നുള്ളതാണ്. പക്ഷെ ഇതിൽ നിന്നൊക്കെ വിട്ട് നേരത്തെ സൂചിപ്പിച്ചതിൽ നിന്ന് നമ്മുടെ ഈ ഒരു നാടിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇന്ന് കേരളം ഒരു എന്താ പറയുക പ്രായമായവരുടെ ഒരു നാടായിട്ട് മാറുമ്പോൾ ഇവിടെ പറയുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ഇന്നത്തെ യുവത്വത്തിലുള്ളവരൊക്കെ പുറം രാജ്യങ്ങളിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ അന്യമായി നിന്നു പോകുന്ന പ്രായമായ അച്ഛനമ്മമാരെ ഓർക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ഓരോ ദിവസവും നമ്മുടെ മുൻപിൽ കടന്നു വരുന്ന അനുഭവങ്ങൾ ചെറുതല്ല, അത് ഒരു വലിയ ജീവിതത്തിന്റെ പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന ഒരു അമ്മ സൂചിപ്പിച്ച ഒരു കാര്യം, 35 വയസ്സിൽ താഴെ പ്രായമുള്ള ആ അമ്മ അവരുടെ 2 പെൺകുട്ടികളെയും ഒരു മകന്റെയും ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് വിതുമ്പി നിൽക്കുന്ന, ജീവിക്കാൻ സാധിക്കാതെ മറ്റുള്ളവർക്ക് മുൻപിൽ കൈനീട്ടുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആ കുടുംബത്തിന്റെ സാമ്പത്തികമായ ഭദ്രത ഇല്ലായ്മയും അതേസമയം ആ കുടുംബത്തെ മുന്നോട്ട് നയിക്കേണ്ട കുടുംബനാഥനും ഒന്നിച്ചെടുക്കുന്ന തീരുമാനങ്ങളിൽ വന്ന സ്വരച്ചേർച്ചയില്ലായ്മയും അവരുടെ സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക് കടന്നു പോകുമ്പോഴും അവരുടെ മക്കളെ നോക്കുന്നതിൽ അവർ കാണിച്ച പ്രശ്നങ്ങളും ഒക്കെയാണ് ആ കുടുംബത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ വിതുമ്പലായി നിൽക്കുന്നത്. അവിടെ കണ്ട ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് തൻ്റെ മകൾ 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന മകൾ ഇന്ന് മാനസിക ആരോഗ്യ കേന്ദ്രത്തിലെ ഒരു അന്തേവാസിയായി മാറുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ നിന്നും ട്രീറ്റ്മെന്റ് എടുത്തു പോകുന്നതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ആ കുഞ്ഞ് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തും അവൾ തിരിച്ച് വീണ്ടും 6ാം ക്ലാസ്സിലെത്തിയപ്പോഴും അവൾക്ക് ഉണ്ടായ ഒരു മാനസികമായിട്ടും അതുപോലെ തന്നെ ലൈംഗികമായും ഏറ്റ മുറിവാണ് ഇന്ന് അവൾ ഒരു മാനസിക രോഗ കേന്ദ്രത്തിൽ ചികിത്സയിലാവാനുണ്ടായ ഒരു കാര്യം. ഒരു പക്ഷേ ഇത് തിരിച്ചറിയാതെ പോയ ആ ഒരു അമ്മയും അവരും ഒരു സ്ത്രീ തന്നെയാണ്. അവരുടെ ആ മകളും അവള് ഒരു കൗമാരത്തിലിരിക്കുന്ന ഒരു പെൺകുട്ടിയുമാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മുടെ നാടിന്റെ ഒരു സുരക്ഷിതമില്ലാത്തൊരവസ്ഥ. നമ്മൾ ഇന്ന് സമത്വത്തെക്കുറിച്ച് പറയുമ്പോഴും ഒരുപാട് അവസരങ്ങൾ ഇന്ന് നമുക്ക് സ്ത്രീകൾക്കുണ്ട് എന്ന് പറയുമ്പോഴും ഇന്ന് ശാക്തീകരിക്കപ്പെട്ട സ്ത്രീകളെ നമുക്ക് കൂടുതൽ സമൂഹത്തിൽ കാണാൻ സാധിക്കുമ്പോഴും ഇതൊക്കെ ഇതിന്റെ പിന്നാമ്പുറങ്ങളായി തന്നെ നിൽക്കുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഒരു പക്ഷേ ജനപ്രതിനിധിയായി നിൽക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഇത്തരത്തിലുള്ളത് ഓരോ ദിവസവും കടന്നു പോകുന്നു. ഒരു വലിയ കഥ തന്നെ ഒരു പക്ഷെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങൾ എഴുത്തുകാരുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് പറയാണ്, ഇതൊക്കെ എഴുതി വെക്കുകയാണെങ്കിൽ നാളെ ഏറ്റവും നല്ല എന്താ പറയുക ജീവിതം പഠിക്കാവുന്ന അല്ലെങ്കിൽ ജീവിതത്തെ എങ്ങനെ അതിജീവിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠപുസ്തകമായിട്ട് അതിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ദിവസത്തിൽ പ്രത്യേകിച്ച് അന്താരാഷ്ട്ര വനിതാ ദിനം നാളെ ആഘോഷിക്കപ്പെടുമ്പോൾ സാഹിതിയുടെ എല്ലാ പ്രവർത്തനങ്ങളും സമകാലീന ചിന്തകളിലൂടെ കടത്തിവിടുന്നതാണ്. പ്രത്യേകിച്ച് ഓരോ ആഴ്ചകളിലും ഇതിവിടെ കടന്നു പോകുന്ന സംവാദങ്ങളും ഇവിടെ വരുന്ന ഒരു പറ്റം എഴുത്തുകാരും അല്ലെങ്കിൽ എന്താ പറയുക സമൂഹത്തിൽ അവരുടേതായ രംഗങ്ങളിൽ അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളുകളുമാണ് ഇവിടെ കടന്നു പോകുന്നത്. ഒരു ചെറിയ ഗ്രൂപ്പാണെങ്കിൽ പോലും അതിന് വലിയൊരു ശക്തിയുണ്ട്. ഞാൻ പറയാ ആ സാഹിതിക്ക് തന്നെ ഒരു വലിയ ശക്തിയുണ്ട്. ആ ശക്തി എന്ന് പറയുന്നത് ഇവിടെ കൂടെ നിൽക്കുന്ന അതിൻ്റെ ഒരു പറ്റം ആളുകളാണ്. ആ പറ്റം ആളുകളിൽ ഒരുപാട് പേർ സ്ഥിരം വരുന്നവരുണ്ട്, ഒരുപാട് പേര് ഇടയ്ക്ക് എന്താ പറയുക ആ കൂട്ടിൽ ചേക്കേറി വരുന്ന ചിലരുണ്ട്. പക്ഷെ എന്തൊരു മനോഹാരിതയാണല്ലേ, എത്ര മനോഹാരിതയാണ് അതിന്. ഞാനിങ്ങനെ പുറമേ നിന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം കിട്ടുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷെ നിങ്ങളിവിടെ എല്ലാ ശനിയാഴ്ചകളും കൂടുമ്പോൾ ഞാൻ അതിൻ്റെ പോസ്റ്റർ കാണും, അതിലെ വിഷയങ്ങളൊന്ന് എടുത്ത് നോക്കും. ഒരുപക്ഷെ ഞാനും അതിൽ പങ്കെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. ഇന്ന് എന്നെ നിർബന്ധപൂർവ്വം എത്തിച്ചതാണ് ഇവിടെ. ഞാനൊരു പ്രോഗ്രാം കഴിഞ്ഞ് ഒരു സെഷൻ ഉണ്ടായിരുന്നു, എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു. വിഷയം ഇത് തന്നെയാണ്, അന്താരാഷ്ട്ര വനിതാ ദിനത്തിലെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. 1.5 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എപ്പോഴും കൂടെ നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചിലപ്പോഴെങ്കിലാണ് ഞാനും ഇതിൽ ചേക്കേറി വരുന്നത് എന്ന് പറയുന്നത്. പക്ഷെ ഒത്തിരി സന്തോഷമാണ് ഇവിടെയുള്ള ആളുകളെ കാണുമ്പോൾ. നിങ്ങളുടെ ചിന്തകൾ അതുപോലെ തന്നെ നിങ്ങൾ ആ ചിന്തകൾ നമ്മൾ പറയുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണല്ലേ, അതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്.
ആ ഓപ്പർച്യൂണിറ്റിയാണ് പിന്നീട് നമ്മുടെ ആക്ഷനിലേക്ക് പോകുന്നത്. സാഹിത്യം എത്രയോ നമ്മൾ പറയുന്നത് ഇന്നത്തെ സാഹിത്യയുടെ ആ ഒരു പരമ്പര എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് ഇവിടെയുള്ള കൊച്ചു കൊച്ചു സംവാദങ്ങളിൽ നിന്ന് വിട്ട് അത് വലിയ പ്രവർത്തനങ്ങളിലേക്ക് പ്രവർത്തനം രീതി തന്നെ മാറി എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ്. കഴിഞ്ഞ ദിവസം ക്രൈസ്റ്റ് കോളേജിൽ നടന്ന 2 ദിവസം നീണ്ടു നിന്ന ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെയും മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെയും കൂടെ ചേർത്ത് നിന്നുകൊണ്ട് സാഹിതി വലിയൊരു 2 ദിവസത്തെ ഒരു വർക്ക്ഷോപ്പ് തന്നെ കണ്ടക്ട് ചെയ്തു എന്നുള്ളതാണ്. വലിയ രീതിയിലേക്ക് അത് മുന്നോട്ട് പോകുന്നു എന്ന് കാണുമ്പോൾ വലിയ സന്തോഷമാണ്. തുടർന്നും സാഹിതിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പിന്തുണയും, അതുപോലെ തന്നെ ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സമൂഹത്തിലെ നീ പറയുന്നത് പോലെ നിശബ്ദ രാഷ്ട്രീയമായി നിൽക്കുമ്പോഴും ആ രാഷ്ട്രീയത്തിനപ്പുറത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് കാണിച്ചു കൊടുക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം. ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ. ഇന്ന് ഇതിന്റെ ഭാഗമാകാൻ സാധിച്ചതിലുള്ള വലിയ സന്തോഷം അറിയിച്ചുകൊണ്ട് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ പ്രമുഖ വ്യക്തികൾക്കും എൻ്റെ ഈ ദിവസത്തിന്റെ നല്ല മംഗളങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും ഹാപ്പി വിമൻസ് ഡേ. എല്ലാവർക്കും നമസ്കാരം. വനിതാ ദിനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇപ്പം ഞങ്ങളിവിടെ കുറച്ച് പുരുഷന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുരുഷാധിപത്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചുള്ളിൻ്റെ ഉള്ളിൽ കുറച്ച് എന്തോ ഒരു മുള്ള് ഇങ്ങനെ തറക്കുന്ന പോലെ ചെറുതായിട്ട് തോന്നും. മതി ഇരുന്ന് പുലിവാലായോ എന്ന് വിചാരിച്ചു. സാരില്ല. ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സ്ത്രീയെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അലക്സാണ്ടർ ജേക്കബ് സാറ് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, പാറക്കുട്ടി നേത്യാരമ്മ പാടലീപുത്രത്തിൻ്റെ പോലെ തൃശ്ശൂർ റൗണ്ട് വിപുലീകരിച്ചു, അല്ലെങ്കിൽ പുരോഗമനത്തിലേക്ക് കൊണ്ടുവന്നു. പാടലീപുത്രത്തിൻ്റെ അതേപോലെ കൊണ്ടുവന്നു. 360 ഡിഗ്രി കുന്നിൻ്റെ മുകളിൽ പെയ്യുന്ന മഴവെള്ളം 360 ഡിഗ്രി കറങ്ങി അതൊരു തുള്ളി പോലും നിൽക്കാതെ കണ്ട് താഴ്ത്തിക്ക് പോകണം. റൗണ്ട് കോൺക്രീറ്റ് ചെയ്തത് അവരാണ്. അതുപോലെ കൈസറെ ഹിന്റ് കൊടുത്തിട്ടുള്ളത് ഗാന്ധിജിക്കും ഈ സ്ത്രീക്കുമാണെന്നാണ് ഏറ്റവും ആദ്യത്തെ വീഡിയോയിലുള്ളത്. വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഈ സ്ത്രീ ദാനം ചെയ്തിട്ടുള്ള സ്ഥലത്താണ് ഈ സെൻട്രൽ ജയിലിൽ വെച്ചിട്ടുള്ളത്. അങ്ങനെ കുറേ കാര്യങ്ങൾ ആണ് നമുക്ക് ഈ വീഡിയോകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ഓരോന്നിനും വിശദീകരിക്കാം. പാടലീപുത്രത്തിൻ്റെ പോലെ എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനമൊന്നും നമുക്കിവിടെ തോന്നുന്നില്ല. മഴവെള്ളം പെയ്താൽ ഏത് കുന്നിൻ്റെ മുകളിൽ നിന്നും അത് താഴ്ത്തിക്ക് വെള്ളം പോകും. റോഡ് കോൺക്രീറ്റ് ചെയ്ത് സ്ത്രീ അല്ല, ഈ റൗണ്ട് കോൺക്രീറ്റ് ചെയ്ത് സ്ത്രീ അല്ല. കൈസ്രായ ഹിന്റ് കിട്ടിയിട്ടുള്ളത് ഗാന്ധിജിക്കും ഈ സ്ത്രീക്കും മാത്രമാണെന്നാണ് ഏറ്റവും ആദ്യത്തെ വീഡിയോയിലുള്ളത്. അത് പരിശോധിച്ചിട്ട് നോക്കിയപ്പോൾ ഗോൾഡ്, ബ്രോൺസ്, സിൽവർ അപ്രധാനപ്പെട്ട ചില വിഭാഗം, അതിൽ അപ്രധാനപ്പെട്ട വിഭാഗത്തിൽ ഈ സ്ത്രീയുടെ പേരുണ്ട്. അതുപോലെ ജയില് ആ സ്ത്രീയുടെ ആ നെയ്ത്തേരമ്മയുടെ ദാനം ചെയ്താണ്, അവരുടെ സ്വത്തായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ കാര്യങ്ങൾ. 2013 അലക്സാണ്ടർ ജേക്കബ് സാറ് ജയിൽ DGP ആയിരുന്നപ്പോൾ ജയിലിൻ്റെ ഗേറ്റിൻ്റെ ഒരു ഫ്രീഡം പാർക്ക് പണിയുണ്ട്. അതിൻ്റെ മേലെ പട്ടമഹർഷി പാറക്കുട്ടി നേത്യാരമ്മയ്ക്ക് പ്രണാമം എന്നൊരു ബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സാധ്യതയെ കുറിച്ചൊക്കെ ഞാൻ അവിടെ നിന്ന് ചോദിച്ചിട്ട് നോക്കിയപ്പോൾ അതിൻ്റെ എന്തെങ്കിലും തെളിവ് നമുക്കുണ്ടോ, കാരണം ഈ സ്ത്രീയുടെ സ്വത്താണ് എന്നുള്ളതിൻ്റെ എന്തെങ്കിലും തെളിവ് നമുക്ക് അവിടെ നിന്ന് കിട്ടുമോ എന്നൊക്കെ പരിശോധിച്ചിട്ട് നോക്കിയപ്പോൾ അവർ ഡിപ്പാർട്ട്മെന്റ് അതിനെ സമ്മതിച്ചില്ല. അലക്സാണ്ടർ ജേക്കബ് സാർ അവിടെ ഒരു ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. ജയിലിൻ്റെ റെക്കോർഡിലും പോലീസ് അക്കാദമിയുടെ റെക്കോർഡിലും എഴുതി വെച്ചിട്ടുണ്ട്, ഈ സ്ത്രീ ദാനം ചെയ്തിട്ടുള്ള സ്ഥലത്താണ് ജയില്, 1000 ഏക്കർ സ്ഥലം ചെയ്തിട്ടുള്ള അവിടെയാണ് ഇത് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ജയിലിൻ്റെ കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 1914 ജയിൽ വന്നിട്ടുള്ളത്. 1875 അത് പബ്ലിക് പാർക്കായിട്ട്
അറിയപ്പെട്ടു. തൃശ്ശൂരിലെ ആദ്യത്തെ പബ്ലിക് പാർക്ക് 1760-കളിലെ പ്രവൃത്തി, വിജയപുര പ്രവൃത്തി സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമാണ് ജയിൽ പറമ്പ്. എന്ന് വെച്ചാൽ അന്ന് മുതലേ ഈ സർക്കാർ ഭൂമിയാണ്. സർക്കാർ ഭൂമിയിലെ ഇത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഈ സർക്കാർ ഭൂമിയിലെ സർക്കാരിന്റെ സ്ഥാപനങ്ങൾ മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ. അങ്ങനെ ഉള്ളപ്പോൾ ഈ ഇത്തരം നമ്മൾ ഈ പുകഴ്ത്തി പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് അസ്വസ്ഥത ഉണ്ട്. അത് കുറച്ച് ആൾക്കാരൊക്കെ അതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്നതിലൊന്നും യാതൊരു കാമ്പുമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഉയർത്തി പറയുന്നത് ചോദിച്ചാൽ നമുക്കറിയില്ല. അതിൻ്റെയൊക്കെ സാധ്യതകൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തോന്നുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ പ്രഭാഷണം ആദരവ് കഴിഞ്ഞു. പ്രഭാഷണത്തിന്റെ 2 വാക്ക് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇതില് സ്ത്രീകള് ചിലത് പോരാടി നേടുന്നു എന്ന് പറയുന്നു. സ്ത്രീകളുടെ പോരാട്ടം, സ്ത്രീകളുടെ സമത്വത്തിന് വേണ്ടി സ്ത്രീകൾ പോരാടേണ്ട ഒരു കാലഘട്ടമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതില് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ കൗൺസിലർ വില്ലി. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വില്ലി പോരാടിയതാണ്. പോരാടി നേടിയ ഒരു സ്ഥാനമാണ് ഇവിടെ വന്നത്. അതും ആ പോരാട്ടത്തിൽ മുഖ്യ എതിരാളി ഒരു പുരുഷനായിരുന്നു. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും നേടണമെങ്കിൽ പോരാട്ടം തന്നെയാണ് അവസാന വാക്ക്. അതിൽ ഈ വില്ലിയാണ് ആ തെരഞ്ഞെടുപ്പിൽ പോരാടി ജയിച്ച ഒരു സ്ഥാനമാണ്. ഇവിടുത്തെ കുറേ പുരുഷന്മാർ അവർക്ക് വേണ്ടി ആ കാര്യങ്ങൾ കൊടുത്തു എന്നുള്ള വലിയൊരു കാര്യമാണ്. ഇപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുന്നു, കുടുംബത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് സ്ത്രീത്വം എന്നല്ല, നമുക്കുള്ള സമത്വം കിട്ടണം. ഞാനൊരു സ്വല്പം ഒരു വരി കൂടി പറയുകയാണ്. ഇന്ന് നമുക്ക് സ്ത്രീകളുടെ സംവരണം ഇപ്പോൾ പറയുന്നുണ്ട്. പാർലമെന്റിൽ ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിൽ പാർലമെന്റിൽ 33% റിസർവേഷൻ സ്ത്രീകൾക്ക് വേണം എന്നുള്ളത് 106ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റോട് കൂടിയിട്ട് പാർലമെന്റ് പാസ്സാക്കിയ ഒരു ബില്ല് ഈ 2023-ലാണ്. എന്നിട്ടും 543 മെമ്പർമാരുള്ള പാർലമെന്റിൽ ആകെയുള്ളത് വെറും 74 സ്ത്രീകളാണ്. വെറും 74 സ്ത്രീകൾ. അതും അവരും ഒരുപക്ഷെ പോരാടി കിട്ടിയിട്ടുള്ളതാണ്. എന്തിനു പറയുന്നു, കേരള നിയമസഭയിൽ 140 അംഗങ്ങളുണ്ട്. ഈ 140 അംഗങ്ങൾ കേവലം 11 സ്ത്രീകളാണുള്ളത്. ഇപ്പോഴും തെരഞ്ഞെടുപ്പ് വരുന്ന ഈ സമയത്ത് ഒരു സ്ത്രീയെ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുമ്പോഴും അവർക്ക് അത് കിട്ടുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ നമ്മൾ ഈ സമൂഹത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് മാറി, ഇപ്പോൾ നമ്മളിവിടെയൊക്കെ നമ്മൾ സംസാരിച്ചിരുന്ന വീടിൻ്റെയും ഭർത്താവിൻ്റെയും മറ്റ് സമൂഹത്തിലുള്ള ആൾക്കാരാണ്. പക്ഷേ നമ്മൾ കുറച്ചുകൂടി ചിന്തിക്കുമ്പോൾ നമുക്കിതിനൊക്കെ കൂടുതൽ സ്ത്രീ ശബ്ദം പൊങ്ങി അത് പറയണമെങ്കിൽ നമ്മുടെ നിയമനിർമ്മാണ സഭകളിലും അവരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തേണ്ടതാണ്. അതുകൊണ്ട് ഇപ്പോൾ കേരള നിയമസഭയിൽ നമ്മളത് രാഷ്ട്രീയം, അതായത് ഇതൊരു നിശബ്ദ രാഷ്ട്രീയം പെൺ സമൂഹത്തിൽ എന്ന ആക്കുകയാണെങ്കിൽ കൂടി കുറച്ച് രാഷ്ട്രീയം പറയുകയാണ് ഇവിടെ. അതുകൊണ്ട് ഇപ്പോൾ വില്ലിയെ പോലുള്ള പലരും വന്നിരിക്കുകയാണ്. ഇനി നിയമസഭകളിലും പാർലമെന്റിലൊക്കെ കൂടുതൽ സ്ത്രീകൾ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ അവർ നേടുന്ന സ്വാതന്ത്ര്യം നമ്മൾ പ്രതിപാദിക്കുന്നില്ല. ഇവിടെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള നമുക്ക് ചുറ്റുപാട് വളരെ ഒരു 4 മതിലുകൾക്കിടെ ഇടയിലുള്ള സ്വാതന്ത്ര്യത്തിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. കുറച്ചുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ദേശീയപരമായും മറ്റ് ചിന്തിക്കുമ്പോൾ സ്ത്രീകൾ കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണം. സാഹിത്യരചനകളിൽ മാത്രമല്ല എന്നുകൂടി ഒരിക്കലും ഞാൻ പറയാണ്. അതുകൊണ്ട് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇവിടെ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടെ ഒരു വീടിൻ്റെയോ ഒരു ഭർത്താവിൻ്റെയോ മാത്രം പോരാ. ഒരു ഭാരതം നമുക്ക് വളർന്നു വരണമെങ്കിൽ ഒരു രാഷ്ട്രം അങ്ങനെ വേണം. അതിന് ഇപ്പോഴും നമ്മുടെ ആൺ സമൂഹം അതിന് തയ്യാറല്ല എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ തെരഞ്ഞെടുപ്പുകളിൽ കാണിക്കുന്നത്. വെറും 11 സ്ത്രീകൾ ആണ് 140 അംഗങ്ങൾ ഈ ഇതിൽ നമ്മുടെ കേരള നിയമസഭയിലുള്ളത്. അപ്പോൾ അതിനും കൂടി വന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന സ്വാതന്ത്ര്യം
നമുക്കിപ്പോൾ സ്വാതന്ത്ര്യം എന്നുള്ളത് നമ്മൾ എപ്പോഴും നമ്മൾ ചുരുങ്ങിയൊരു നേരോ മൈൻഡായിട്ടാണ് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം ബൈക്ക് എടുത്ത് പോകാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ വിട്ട് വലിയ പോലെ കൂടുതൽ എന്താണ് ജയം വിജയിക്കാൻ നേരിട്ട് അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അങ്ങനെയുള്ള കുറേ കൗൺസിലർമാരെയാണ് നമുക്ക് ആവശ്യം. തൃശ്ശൂരിൽ പലരും ഇനിയും സാധിക്കും. സാഹിത്യ രംഗത്ത് വിട്ട് അവരൊക്കെ രാഷ്ട്രീയത്തിനും വരണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.